ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സൈബർ തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പലതരം സൈബർ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇതാ പുതിയൊരു സൈബർ തട്ടിപ്പ്. പോലീസ് ചമഞ്ഞും CBI ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘം ഗൂഗിൾ പേ വഴിയും പണം തട്ടുന്നു. അച്ഛന്റെയോ മക്കളുടെയോ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാണ് ഫോൺ വിളിച്ച് ഗൂഗിൾ പേ വഴി പണം തട്ടിപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ കൈപ്പറമ്പ് കളത്തിക്കാട്ടിൽ രാജന്റെ മകൾ മിനു രാജുവിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടാൻ ശ്രമം നടന്നു. എന്നാൽ ജാഗ്രത മൂലം അവർക്ക് പണം നഷ്ടപ്പെട്ടില്ല. വിമുക്ത ഭടനായ രാജന്റെ സഹപ്രവർത്തകനായ ഗുപ്ത എന്ന പേര് പരിചയപ്പെടുത്തിയാണ് മിനുവിന് ഫോൺ വന്നത്. ഹിന്ദിയിലായിരുന്നു സംസാരം. ആശുപത്രി ആവശ്യത്തിന് അച്ഛന് 15,000 രൂപ ആവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഫോണിന് നെറ്റ് പ്രശ്നമുണ്ടെന്നും വിളിച്ചയാൾ മിനുവിനോട് പറയുന്നു. അച്ഛന്റെ ആവശ്യത്തിനായി മകളെ സഹായിക്കാൻ എന്നോണം ആ വിളിച്ച അച്ഛന്റെ സുഹൃത്ത് 10,000 രൂപ മിനുവിനെ ഗൂഗിൾ പേ ചെയ്തതായും പറഞ്ഞു. 10,000 രൂപ ലഭിച്ചതായിട്ടുള്ള സന്ദേശവും മിനുവിന്റെ ഫോണിൽ തെളിഞ്ഞു. അയാൾ വീണ്ടും 5,000 രൂപ കൂടി അയച്ചിട്ടുണ്ട്, സന്ദേശം നോക്കൂ എന്ന് പറഞ്ഞു. മിനു തന്റെ ഫോണിൽ വന്ന സന്ദേശം നോക്കിയപ്പോൾ 5,000 രൂപയ്ക്ക് പകരം 50,000 രൂപ വന്നതാണ് കണ്ടത്. അയ്യോ തെറ്റി, ഒരു 0 കൂടിപ്പോയി എന്നും തിരിച്ച് ഉടൻ 45,000 രൂപ ഗൂഗിൾ പേ ചെയ്യുവാനും പറഞ്ഞ് അയാളുടെ ഫോൺ സന്ദേശം വന്നു. സംശയം തോന്നിയ മകൾ അച്ഛനെ വിളിച്ചു നോക്കിയതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അതേസമയം ഫോണിൽ പണം കൈമാറിയതായി മെസ്സേജ് വരികയും ചെയ്തു. എന്നാൽ വന്നത് ബാങ്കിന്റെ സന്ദേശമല്ലെന്നും വ്യാജ സന്ദേശമാണെന്നും മിനുവിന് മനസ്സിലായി. ബാങ്ക് അക്കൗണ്ടിലും പണം ക്രെഡിറ്റ് ആയിട്ടില്ല. അച്ഛൻ രാജന്റെ സഹപ്രവർത്തകനായിരുന്ന കേണൽ ഗുപ്തയുമായി മിനു പലതവണ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും വിളിക്കുന്നതെന്നാണ് മിനു കരുതിയത്. അതുകൊണ്ട് തന്നെ കബളിപ്പിക്കൽ ചിന്ത മിനുവിന് അന്നേരം തോന്നിയില്ല. പണം പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ അയാൾ ആവശ്യപ്പെട്ടതോടെയാണ് മിനുവിന് സംശയം തോന്നിയത്. മിനു ഡൽഹിയിലെ ഫ്രഞ്ച് എംബസിയിലെ പ്രോട്ടോകോൾ ഓഫീസറാണ്. ജോലി തിരക്കുകൾക്കിടയിലും മിനു പെട്ടെന്ന് ഉണർന്ന് ചിന്തിച്ചതിനാൽ പണം നഷ്ടപ്പെട്ടില്ല. നിരവധി പേർക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടതായാണ് സൂചന. അപകടങ്ങളും ആശുപത്രി കേസുകളും പറഞ്ഞാണ് തട്ടിപ്പ്. പണം ക്രെഡിറ്റ് ആയ സന്ദേശം കാണുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ നമ്മൾ ആ പൈസ തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട്. ഫോൺ കോളുകളൊക്കെ വരുമ്പോൾ ജാഗ്രത പാലിക്കാൻ സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാനാണ് കാര്യം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവർ ഇതുപോലെ തട്ടിച്ചു കൊണ്ടുപോകും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് കൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.